ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. പുതിയ വീഡിയോ ഇത് കണ്ടോ, ഞങ്ങളുടെ ഫിഷ് ടാങ്കാണ്, പുറത്തുള്ള ഫിഷ് ടാങ്ക്. ഇപ്പം ഇതിൽ സത്യം പറഞ്ഞ ഒരു 150-200 മേളിൽ ഗപ്പിയും പ്ലാറ്റിയും കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര ഈ ഒരു ഏരിയയിൽ ഞാൻ 2000 അത്രയും ഉണ്ടായിരുന്നല്ലേ, ഒത്തിരി ഉണ്ടായിരുന്നു. കാരണം നമുക്ക് അൺകൗണ്ടബിളാണ്, അതുപോലെ മീനായിരുന്നു, ഇത് നിറച്ച് മീനായിരുന്നു കേട്ടോ. ഒത്തിരി പേർക്ക് നമ്മൾ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. ഞാൻ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ഒക്കെ ഇടുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ അടുത്തിടെ നമ്മൾ നോക്കിയപ്പോൾ ഇതിനകത്ത് മീൻ കുറവാണ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ഇതിനകത്ത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ കുറച്ച് ദിവസം ഈ മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ അധികം ഈ ഫിഷ് ടാങ്ക് ശ്രദ്ധിച്ചില്ല. അതാണ് പ്രധാന കാര്യം. പിള്ളേർക്ക് എക്സാമും ഒക്കെ ആയിരുന്നു, അമ്പലത്തിൽ സപ്താഹമൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞ് ഇതിനൊരു കെയർ കൊടുത്തില്ല. ആ ഒരു സമയത്ത് നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ ലാസ്റ്റ് ഈ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ഈ മീൻകുളം ഒന്ന് വൃത്തിയാക്കാനായിട്ട് നോക്കിയപ്പോൾ ഒരൊറ്റ മീൻ, ഒരു ഗപ്പി മാത്രം. നമ്മൾ ആകെ അങ്ങ് ഡെസ്പായപ്പോൾ കാരണം ഇത്രയും മീൻ കടന്നിടത്തും ഒത്തിരി പേർക്ക് മീൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെറുതെയും കൊടുത്തിട്ടുണ്ട്, അല്ലാതെ പൈസയ്ക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇത്രയും മീൻ പോയപ്പോഴത്തേക്ക് നമ്മളും പിള്ളേരും എല്ലാം ആകെ അങ്ങ് ഡെസ്പായിപ്പോയി കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാവോ, ഞങ്ങൾ അത് മൊത്തം ക്ലീൻ ചെയ്തു. മൊത്തം ക്ലീൻ ചെയ്ത് അതിനകത്ത് കുറേ പായലൊക്കെ ഇട്ടുണ്ടായിരുന്നു. ആ പായലൊക്കെ കളഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ മാവേലിക്കര പോയിട്ട് ഒരു ഈ പീമീൻ്റെ പേരെന്തുവാ, മോളിക്കുട്ടി, അങ്ങനത്തെ 3 പെയർ മീൻ മേടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ബ്രീഡാവുന്നതാണെന്ന് പറഞ്ഞു. ഗപ്പി ഒന്ന് മാറ്റി പിടിക്കാൻ. അപ്പം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് പുറത്തെ ടാങ്കായിരുന്നല്ലോ, മഴ പെയ്തപ്പോൾ ഇതിൻ്റെ pH വേരിയേഷൻ വന്നു. അപ്പോൾ അവരോട് ചോദിച്ചു, അവരെ കൺസൾട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ ഒരുപാട് മഴ പെയ്യുമ്പം കല്ലുപ്പ് ഒരുപാടല്ല, കുറച്ച് നമ്മുടെ വെള്ളം എത്രയുണ്ട് അതനുസരിച്ച് ഒരു സ്പൂണൊക്കെ ഈ ഒരു ടാങ്കിന് 1 സ്പൂൺ, നമ്മുടെ കയ്യിൽ എങ്ങനത്തെ ടാങ്കാന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട്, അതും പൊടിയപ്പെടരുത്, കല്ലുപ്പ് അത് ഈ ഒരു ഫിഷ് ടാങ്കിലോട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മളെന്തോ ചെയ്തു, നമ്മളിതൊന്നും ശ്രദ്ധിച്ചില്ല. ആ മീൻ നമ്മളങ്ങനെ വലിയ കെയർ കൊടുക്കുന്നതല്ല, എന്നോ തന്നെ അങ്ങ് ആവുന്നതായിരുന്നു. വലിയ കെയറിൻ്റെ ഒന്നും ആവശ്യം. അമ്മേ, എൻ്റെ കുട്ടിക്കെല്ലാം വെള്ളമായി ഇല്ലത് കേട്ടോ, അതറിയില്ല അന്നേരം ആണെങ്കിൽ. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും അത് വേണ്ട. ഇപ്പം നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന മീൻ ഞാൻ കാണിക്കാവേ. കണ്ടോ, അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ടെമ്പറേച്ചറും ഒക്കെ ആയിട്ട് അതൊന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടേക്കുക. ഇപ്പം നമ്മളതിനെ തുറന്നു വിടും. കണ്ട, അപ്പോഴത്തെ കപ്പിയൊക്കെ ഇട്ടത് തുറക്കുന്നില്ലേ. നമ്മുടെ ഫിഷ് ടാങ്കിൽ ഇടാനായിട്ട് 1 സ്പൂൺ കല്ലുപ്പ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. 1 സ്പൂൺ കല്ലുപ്പേ ഞാൻ എടുത്തുള്ളൂ, കാരണം ഇത് ഒരുപാട് ഇടണോ 1 സ്പൂണ് ഇപ്പോഴല്ലേ. ഇത് കൂടുതലാണോ? ഒത്തിരി കൂടുതലാന്ന് തോന്നുന്നല്ലോ. അപ്പം നമ്മൾ എടുത്ത് മാറ്റിയ പായലൊക്കെ, ഇതെന്താ ഈ പായലിൻ്റെ പേരെന്തോ, ആഫ്രിക്കൻ പായലോ, ഇതെല്ലാം തിരിച്ചിവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. പിന്നെ പിള്ളേരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പിള്ളേർ വന്നിട്ട് മീൻ ഇതിനകത്തോട്ട് അപ്ലോഡ് ചെയ്യത്തുള്ളൂ. മീനൊക്കെ ഇന്നത്തെ കിടപ്പുണ്ടോ. അപ്പോൾ ഞങ്ങളുടെ മീനും ഒക്കെ വന്നു. അതുപോലെ പൊക്കാതെ ഞാൻ പറഞ്ഞല്ലേ, കാണാൻ വേണ്ടി മതി നമ്മളതേ പിടിച്ച് ഇതേ പിടി വലേ പിടി അങ്ങോട്ട് അങ്ങനെ ഇപ്പട്ടാ പോന്ന് പൊട്ടി അതിനകത്തോട്ട് വീഴും. അഴിച്ചിട്ട് അതിലോട്ട് ഇടരുത്, അഴിച്ചിട്ട് ഇങ്ങനെ തന്നെ വെക്കാവുള്ളൂ. ബാക്കി എന്താ ഇങ്ങനെ തന്നെ അതിനകത്തോട്ട് വിടണ്ട, വെള്ളത്തിൽ ചുമ്മാ ഇങ്ങനെ അങ്ങ് ഇട്ടാൽ മതി, അത് ഇറങ്ങിക്കോളൂ. കിടത്ത് വിട്ടാരെ. മതി ഒന്നും ചെയ്യണ്ട, അത് തന്നെ ഇറങ്ങിപ്പോക്കോളൂ, ഒന്നും ചെയ്യണ്ട.
പൂച്ച അടിച്ചോണ്ട് പോവല്ലോ വലിയ മീനെയൊക്കെ. കുറേ ആയി കഴിയുമ്പോൾ അവർ തന്നെ ഇറങ്ങിക്കോളും. ഒന്ന് പൊക്കി കൊടുക്ക ഇറങ്ങത്തില്ല. ഉപ്പ് ഞാൻ ഇട്ടോട്ടെ. അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഉപ്പ് കല്ല് ഇടുകയാണ്. അത് മൊത്തം ഇടുന്നുണ്ടോ? ഒരു സ്പൂൺ ഇടുന്നുണ്ടോ? കുറച്ച് കളഞ്ഞു. ആ, ഒരു സ്പൂൺ ഇട്ടില്ല. ആ സ്പൂണിൻ്റെ ഒരു 1/4 സ്പൂണേ ഇട്ടുള്ളൂ കേട്ടോ. അതായത് ഇത്രയും വലിപ്പമുള്ള ഒരു മീൻ കുളത്തിൽ അത്രയും. അപ്പം നമ്മുടെ കൊച്ചു ടാങ്ക് വല്ലതും ഒരു സ്പൂണൊന്നും എടുത്തിടല്ലേ. അപ്പോഴും വെള്ളത്തിൻ്റെ വ്യത്യാസം വന്ന് മീനൊക്കെ ചത്തും. കുറച്ചിടുക, ഒരു 5-6 കല്ലിടുക. എന്താ ഇറങ്ങാത്ത ഈ മീന്? അവരാ അറ്റ്മോസ്ഫിയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. 2 മീൻ ഇറങ്ങി. എനിക്കത് എടുക്കാൻ പറ്റിയില്ല. ഈ ഇറങ്ങിയ മീനൊക്കെ എന്ത് ചെയ്യും? ഇറങ്ങിയ മീനിൻ്റെ എസ്കേപ്പ് ആയി കേട്ടോ. കണ്ട് 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 ഇവിടെ 3 പേര്. പിന്നെ ബ്ലാക്ക് ഏതാ? ആ, പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിലും ഇച്ചിരി പേടി എല്ലായിടത്തും ഒന്ന് ഇറങ്ങാൻ. ആണുങ്ങളങ്ങ് ചാടിക്കേറി ഇറങ്ങും എല്ലായിടത്തും. എന്നിട്ട് ആണുങ്ങൾ പണിയും മേടിച്ചോണ്ട് വരും. പെണ്ണുങ്ങൾ സറൗണ്ടിങ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പയ്യെ ഇറങ്ങത്തുള്ളൂ. സൂറ മീനെ സൂറ രണ്ട് മീനുണ്ടല്ലോ. 3 മീൻ ഇങ്ങോട്ട് പോയി. കാണാത്തവരെ അടി പോയി. ആ, ഈ മീൻ കണ്ട് മറ്റേ മീൻ പോയി ഓട്ടം വെച്ച് കൊടുക്കും. പെട്ടെന്ന് ഇറങ്ങി പോകാൻ വയ്യായിരുന്നു. അത് ഇറങ്ങാൻ പോകുന്നു. അപ്പം നമ്മുടെ 6 മീനുകളെ നമ്മൾ ഇതിനകത്ത് ഇട്ടു. 6 മീനും 7 മീനും ഒരുമിച്ചായി. നമ്മുടെ 6 മീനുമാണ് നമ്മൾ ഇട്ടു. നമ്മൾ ഇട്ടു. ഡ്രിങ്ക്